മാടായി ഗ്രാമപഞ്ചായത്തിലെ പുതിയങ്ങാടി ചൂട്ടാട് റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരം. ബസ് ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. പുതിയങ്ങാടി തീരദേശ മേഖലയിലെ പ്രധാന റോഡ് കൂടിയായ ചൂട്ടാട് റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തി നടത്താത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമാണ് പുതിയങ്ങാടി ചൂട്ടാട് പ്രദേശം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന കേന്ദ്രം കൂടിയാണ്. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഏറെ ദയനീയമാണ്. നാട്ടുകാർ നമ്മോടൊപ്പം ചേരുകയാണ്. പേരെന്താ? ജാഫർ അലി. ജാഫർ അലി, എന്താണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ? നമ്മൾ ഈ ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ പിന്നെ ഒന്ന് ഫിഷറീസ്, പിന്നെ ടൂറിസം, പിന്നെ BW, പഞ്ചായത്ത്, ഇത്രയും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്ഥലമാണിത്. ഇത്ര ടൂറിസം മേഖലയിൽ പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നൊരു മേഖലയാണ്. അതുപോലെ മത്സ്യത്തൊഴിലാളികൾ, സ്കൂൾ വാഹനങ്ങൾ, പൊതുജനങ്ങൾ. ഇപ്പോൾ വർഷങ്ങളായി, ഏകദേശം 10 വർഷത്തിന് മുമ്പ് പൊതുജനങ്ങൾ പിന്നെ പുതിയങ്ങാടി വർഷങ്ങൾ ധാരണ നടത്തിയിട്ടാണ് ഈ റോഡ് തന്നെ പാസ്സായത്. ഇപ്പോൾ മുട്ടാത്ത വാതികളില്ല. ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നോക്ക് മഴക്കാലം വരാൻ പോകുന്നത്. ഇപ്പോൾ പഞ്ചായത്തിന് ചെറിയൊരു ഫണ്ട് പാസ്സായി എന്ന് പറയുന്നുണ്ട്. ഇതൊരു വർക്ക് മഴക്കാലത്ത് ഇതൊരു വർക്ക് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ശാശ്വത പരിഹാരം നടത്തിയേ പറ്റും. അപ്പോൾ പേരെന്താ? നൗഷാദ്. നൗഷാദ്, എന്താ പറയാനുള്ളത് ഇതേപ്പറ്റി? ഞാനിപ്പോൾ റോഡിൻ്റെ അവസ്ഥ ബൈക്ക് വരെ പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ മഴക്കാലം കഴിഞ്ഞാൽ ഫുള്ളും വെള്ളം ഉണ്ടാവും. സൈഡ് പിന്നെ നടയാത്രക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കുട്ടികളൊക്കെ പോകുന്നത് കുട്ടികളുടെ മേഖല തന്നെയല്ലേ ഇത്. അതുപോലെ തന്നെ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന മേഖലയാണ് ചൂട്ടാട്. ഈ കടപ്പുറത്ത് സൈഡും മറ്റേ ഇവിടെ പാർക്ക് സൈഡും അങ്ങനത്തെ ഭരണം മാറി UDF വന്നു. അപ്പം അതിൻ്റെ ഒരു മാറ്റം വരും എന്നൊരു നല്ലൊരു പ്രതീക്ഷയാണുള്ളത്. നമ്മളെ ഫിഷറീസ്, അതുപോലെ പിന്നെ BW, ഇതിലൊക്കെ നമ്മളെ പഞ്ചായത്ത് തലത്തിൽ നമ്മളെ നാട്ടോട് നിവേദനം കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്. എന്തായാലും ഇതൊരു UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ എന്നിട്ട് 10 വർഷമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? മുമ്പ് ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാദനില്ല എന്നുള്ളതാണ്. കാരണം BW അവിടെ ഇപ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ഫിഷറീസിൻ്റെ അല്ല, പഞ്ചായത്തിൻ്റെ അല്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ റോഡില്ല എന്ന് പറയും. അപ്പോൾ ആരെങ്കിലും ഒരു നാദനുണ്ടെങ്കിലല്ലോ അതിൻ്റെ ഒരു വർക്ക് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കാലത്തിൽ പഞ്ചായത്ത് ഏറ്റെടുത്തു എന്ന് പറയുന്നുണ്ട്. ഇപ്പം അത് പിന്നെ BW നമുക്ക് മാറ്റിയിട്ട്, കാരണം ഭീമമായ തുക വേണം ഈ റോഡ് ഇപ്പോൾ ശരിയാക്കണമെങ്കിൽ. അപ്പോൾ പഞ്ചായത്തിനെ കൊണ്ട് അങ്ങനെ അത് നടക്കാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ BW ഏറ്റെടുത്തിട്ട് അവർക്ക് എഴുതി കൊടുത്തിട്ട് അങ്ങനെ അവരിൽ നിന്ന് പാസ്സാക്കാം. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് പുതിയങ്ങാടി. പുതിയങ്ങാടി ചൂട്ടാട് റോഡിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത്. ഇതിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.